ഗോവിന്ദ യോഗീന്ദ്ര മാതാസ്യ ശിഷ്യം ജാനകി വായടച്ചു വയ്ക്കണം. അഭിനയത്തിലോട്ട് വരാൻ വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നതാണ്. ഓ എനിക്ക് മനസ്സിലായി. ആ മൈ ബോസിലെ ചേട്ടാ തുറക്കരുതേ, അതിനകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്ത കാരണം പൂട്ടിയിട്ടേക്കാം. ബേബി സാറേ ആയാലും ഇദ്ദേഹം നമ്മുടെ അനാദി വിച്ചു ആയാലുമേ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ അവരുടേതായ കഴിവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അല്ലേ, നമ്മൾ 40 വർഷമോ 50 വർഷം കൊണ്ടൊക്കെ സ്വരൂപിക്കുന്നതിനെക്കാട്ടി അപ്പുറം അല്ലെ ഇപ്പോഴത്തെ ന്യൂ ജെൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയെ കാണുന്നതല്ലേ, അതിനെക്കാട്ടി മേലിൽ നിൽക്കുന്ന റീൽസ് ഒക്കെ കൊണ്ട് തകർക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ സംസ്കൃത ശ്ലോകമൊക്കെ ചുമ്മാ മറ്റേ കടുക് പറ പോലെയാണ് പറയുന്നത്. ഒരു ഭയങ്കര സംസ്കൃത ശ്ലോകമൊക്കെ പറയും. മാവേലി ഒരു സംസ്കൃത ശ്ലോകം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്ര പരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മാതാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യം അദാസ്യ പത്മപാദം ചാസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൽ അസ്മത് ഗുരും സന്തതമായി. ജാനകി വായടച്ചു വയ്ക്കണം. ശ്ലോകം പോകും തോറും ജാനകിയുടെ വായിക്കണ ശ്ലോകവും അടുത്ത ശോകവും. എനിക്ക് പോലും അല്ല ഇത് മലയാളമല്ല സംസ്കൃതമല്ല. അല്ല, നമുക്ക് മലയാളത്തിൽ സംസ്കൃതം ഉണ്ട്. MA മലയാളത്തിൽ എവിടെയെങ്കിലും വീണ പിടിച്ചു നിൽക്കും. അടുത്ത നമ്മുടെ കൂട്ടത്തിലെ ഒരു MA മലയാളംകാരിയുണ്ട്. ഭയങ്കര പഠിത്തക്കാരിയാണ്. അതൊക്കെ ഉണ്ട്. അതാരാണാവോ? അല്ല, സീരിയലെ സോങ് എടുക്കണോ? വേണ്ട. അപ്പൊ നമ്മുടെ രേഷ്മ രമേശ് ആണ് നമ്മുടെ MA മലയാളംകാരി. രേഷ്മ കുട്ടി കൊല്ലമല്ലേ സ്ഥലം? എവിടെയാ കോളേജ് എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? കൊല്ലം ഫാത്തിമ കോളേജ്. അത് കാര്യം നമ്മൾ എല്ലായിടത്തും ചോദിക്കുവേ. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ നമ്മൾ എല്ലായിടത്തും സംസാരിക്കുമല്ലോ. അപ്പൊ രേഷ്മയുടെ ചോദിച്ചു എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിപ്പോയി. എന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ എന്നെ പറ്റി ഒരു വേണ്ടാത്ത അഭിപ്രായമില്ല. എന്താണെന്ന് എങ്ങനെയാണ് ഈ നല്ല കുട്ടിയായിട്ടുള്ള ഒരു അഭിപ്രായം? കാര്യം നമുക്കത് അറിഞ്ഞൂടാ. രേഷ്മയ്ക്ക് അതേ അറിയാവുള്ളൂ. ഞാൻ ജന്മന അങ്ങനെയാണ്, നല്ല കുട്ടിയായി പോയി. എനിക്കറിയില്ല. നമ്മുടെ കൗമുദി നോക്കുന്നേ നല്ല കുട്ടിയെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരേ ആൾക്കാരാണല്ലോ. അതെ, അതുകൊണ്ട് നോക്കിയത്. അതേ റേഞ്ചിലുള്ള ആളാണ്. ശുദ്ധഗതിക്കരെ ഞാനാണ് ഇവിടെ നെഗറ്റീവ് ചെയ്യുന്നത്. അല്ല, രേഷ്മയ്ക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ എത്ര പോസിറ്റീവുകൾ? കൂടുതലും നെഗറ്റീവാണ്. അതെന്താ അങ്ങനെ? അതെന്താ അങ്ങനെ എനിക്കറിയാം. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചതേ ഉള്ളൂ, എടി ഇത്രയും പാവോ എന്ന് എങ്ങനെ ഈ നെഗറ്റീവ് ചെയ്യുന്നതെന്ന്. അല്ല, എങ്ങനെയാ ചെയ്യുന്നത്? അതാണ് അഭിനയം അല്ലേ? ഫേസും പാവമാണ്. ആ ഫേസ് പാവത്തിൽ നിന്ന് അഭിനയിച്ച് കലക്കുകയാണ്. അതാണ് രേഷ്മയുടെ എളുപ്പം ഒരു ഭാവ പകർച്ച ഒരു നെഗറ്റീവിലേക്ക്. ആണ് ഗിരിയെ നോക്കി തന്നെ. അതാണ് ഫവാസ്. സനീഷേട്ടാ സനീഷേട്ടാന്ന് ദേഷ്യത്തിൽ വിളിച്ചത്. സനീഷേട്ടാ, വസുതയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? എല്ലാം കണ്ടു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മളിതൊരു വെറൈറ്റി സബ്ജക്റ്റ് ആണ്. അതാണ് ഈ സീരിയലിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാര്യം നോർമലി നമ്മൾ കണ്ടുവരുന്ന സീരിയൽ പാറ്റേണേ അല്ല, അങ്ങനത്തെ സ്റ്റോറി അല്ല. എല്ലാവർക്കും എന്താ പറയാ, അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയാനുള്ളൊരു ത്വരയുണ്ട്, അതുണ്ടാവും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. നാളെ എന്തായിരിക്കും കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയായിട്ടിരിക്കുന്നതാണ്. എല്ലാ പാറ്റേൺ മൊത്തത്തിൽ നല്ല വ്യത്യാസമാണ്. എന്താ പറയാ, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സീരിയലാണ്. അപ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, അതായത് ഔട്ട്സൈഡ് ദ ഷൂട്ട്, ഈ കൂട്ടത്തിൽ ആരാണ്? അതായത് ഒരു ഫണ്ണി ആയിട്ടൊക്കെ തോന്നുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഫവാസ് തന്നെ. അത്ര ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കമ്പനി ഉഷ ചേച്ചിയായിട്ടാണ്. പിന്നെ എനിക്ക് ലാൽ ചേട്ടനെ അറിയാം, നമ്മൾ കന്യാദാനം സീരിയൽ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരുമായിട്ട് ഇപ്പൊ കമ്പനിയായി വരുന്നു. ലക്ഷ്മി ആണെങ്കിലും. പക്ഷെ MA മലയാളം ആണെന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ത്വര എന്നുള്ളൊരു വാക്ക് വന്നില്ല, അതുകൊണ്ട് മനസ്സിലാക്കി അവിടെ പിടിച്ചത്. അതെ, ശരി. അപ്പൊ ഇനി ലാലിനെ പറ്റി, ലാൽ ചേട്ടാന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇതൊരു ഭാഗ്യമായിട്ടാ. വയസ്സിന് മൂത്ത ആളാ, എന്നെ പേര് വിളിക്കാൻ പറ്റുമോ? 3 വർഷമായി. ലാലേട്ടൻ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നറിയാം? അല്ല ചുമ്മാ വന്നതൊന്നുമല്ല.
നമ്മുടെ ദിലീപേട്ടന്റെ വഴി തന്നെ, അതായത് ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ കാര്യങ്ങളെല്ലാം അതെ, കണ്ടു ഇങ്ങനെ പഠിച്ചു, കേട്ടു. എന്നിട്ട് പിന്നെ സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ അവിടെ നിന്നാണ് അദ്ദേഹം കളം മാറ്റി അഭിനയത്തിലോട്ട് വരാൻ വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കോണ്ടാക്റ്റും ബന്ധങ്ങളുമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. സൗണ്ട് സൗണ്ട് ടെക്നീഷ്യൻ സൈഡിലുള്ള എല്ലാവരെയും എനിക്ക് അന്നറിയാന്നുള്ള ആൾക്കാർ തന്നെയാണ്. അവർ വഴിയാണ് എനിക്കൊരു വളർച്ച ഉണ്ടായതെല്ലാം എനിക്ക് അതുവഴിയാണ്. വഴികളെല്ലാം ഓർക്കുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെയ്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CCTV ഓഫീസിൽ CCTV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസറായിട്ടാണ് എൻ്റെ ഫസ്റ്റ് എന്നെ വെച്ചത്, ക്യാമറ വെച്ചത്. ശരി. പക്ഷേ അതിൽ നിന്ന് എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു വലിയ ഇൻസ്പിറേഷണൽ ഒരുപാട് സ്റ്റോറിയാണ് കേട്ടോ. അതെ. ഗ്രേറ്റ്. ആ ഒരു ദൃഢനിശ്ചയത്തിന്റെയും. അപ്പോൾ ഓണത്തിനെ പറ്റി, നമ്മുടെ വസുതയെ പറ്റി എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക? ഓണത്തിനെ പറ്റി എനിക്ക് എപ്പോഴും എൻ്റെ നാട്ടിലാണ് ഓണം. എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാം നാട്ടിലാണ്. ശ്രീകാര്യം നാട്ടിലാണ് ഓണം. നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെപ്പോഴും ചെറിയ ക്ലബ്ബുകൾ, നമ്മൾ ഒരു 5-6 പേര് ചേർന്നൊരു ചെറിയൊരു ക്ലബ്ബ് ഉണ്ടാക്കി അതിനൊരു പേരിടുകയും ഒരു ചെറിയൊരു പിരിവ്, ആ പിരിവിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു ബോൾ വാങ്ങിക്കുന്നതും ഒക്കെ ആ പിരിവിൽ നിന്നൊക്കെ എടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഇടി കൊണ്ട് അഭിനയിച്ച ഒരാളുണ്ട്, നമ്മുടെ ശീലശ്രീ ചേച്ചി. അതായത് ശീലശ്രീ ചേച്ചിയെ പറ്റി നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന അതാണ്. ആ മൈ ബോസിലെ ഇടികൊള്ളുന്ന രംഗവും, പിന്നെ സാൻഡ്വിച്ചിൽ മറ്റേ തമിഴൻ്റെ ഭാര്യ അല്ലേ, തമിഴൻ്റെ 3 ഭാര്യമാരിൽ ഒരാണ് സുരാജ് ഏട്ടൻ്റെ, സുരാജ് ഏട്ടൻ്റെ ആണ്. അതും ഈ ഇടികൊള്ളുന്ന രംഗം ചേച്ചി, അതും ഇടികൊള്ളുന്ന ചെറിയ ആളുടെയൊന്നും അല്ല, നമ്മുടെ മലയാളത്തിന്റെ അർണോൾഡ് സ്വാഷ്നഗറിന്റെ ഇതാണ് ഇടി കൊണ്ടത്, അബു സലീം ചേട്ടൻ. ആ സീനുണ്ട്, നല്ല സീനാണ്. ചേച്ചി ഒന്ന് പറഞ്ഞേ അത്. അതെന്താന്ന് പറഞ്ഞാൽ തലേദിവസം ഞാൻ ഫുള്ള് ആലപ്പുഴ ഹൗസ് ബോട്ടിലായിരുന്നു ഈ ഷൂട്ട്, അതിൻ്റെ ആ ലൊക്കേഷനായിരുന്നു. അപ്പം ഇങ്ങനെ തലേദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇത് കോളനി സെറ്റപ്പ് അല്ലേ ഫുള്ള്, അന്നേരം അടി കൊണ്ട് ശരിക്കും അതിന് ഫുള്ള് ഡാമേജ് ആയി ബോഡിയൊക്കെ. ഓ, എനിക്ക് മനസ്സിലായി ഇപ്പോഴാണ് എനിക്ക് ബോഡി ആ മൈ ബോസില് അവര് നടക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അയ്യോ ഇനി എനിക്ക് എൻ്റെ 2ാമത്തെ മൂവി. ഫസ്റ്റ് മൂവി സാൻഡ്വിച്ച് ആയിരുന്നു. സാൻഡ്വിച്ചിൽ വെഞ്ഞാറമൂട് സുരാജേട്ടൻ്റെ 3 ഭാര്യമാരിൽ ഒരു തമിഴത്തി. അങ്ങനെ തലേദിവസമായി ഇത് കേട്ടിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ അബുസലിക്കയോട് പറഞ്ഞു, ഇക്ക എന്നെ അടിച്ച് പൊളിക്കല്ലേ, എന്നെ മുതുകൊന്നും അടിച്ച് പൊളിക്കല്ലേ, അതൊക്കെ കിട്ടും, അതൊക്കെ തയ്യാറായിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് അബ്ദുസലിക്കയുടെ അടി കൊള്ളുന്ന സീനൊക്കെയാണ്. അതെ, ഹസ്ബൻഡ് വിജിലൻസ് ഓഫീസറായിരുന്നു. അപ്പം പുള്ളിയും ഇതല്ലേ പോലീസ് ഓഫീസർ, അതേപോലെയാണല്ലോ. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് ഇക്കയുടെ അടി കൊള്ളുന്ന സീനൊക്കെയാണ്. അപ്പം ഇക്ക പെട്ടെന്ന് ഫോണിന് വാങ്ങിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല സാർ, ഞാൻ അടിക്കത്തൊന്നുമില്ല കേട്ടോ, പുള്ളിക്കാരി ഒന്ന് പേടിപ്പിച്ചിരുത്തിയതാ. അങ്ങനെ ഒന്നും അടിയൊന്നും എനിക്ക് കൊണ്ടതായിട്ട് ഫീൽ ചെയ്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മമത അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം കുഴി മാന്തി വെച്ചിട്ട് അതിങ്ങനെ കൂന പോലെ നിൽക്കുന്നു. ആ മണ്ണിൽ കയറി നിന്നിട്ടാണ് അടി കൊടുക്കുന്നത്. നീ എൻ്റെ കെട്ടിയവനെ തല്ല, നീ അതെ. ആ കൂനയിലോട്ട് കയറുമ്പോഴത്തേക്കും മണ്ണിടിഞ്ഞു. അടി കൊടുക്കുമ്പോൾ ഞാൻ താഴെ. അതെ, 3-4 ടേക്ക്, 3-4 കുറച്ചെടുത്തു, 5-6 ടേക്ക് എടുത്തു. അപ്പോഴത്തേക്കും മണ്ണിടിയും, ഞാൻ ഇറങ്ങും. ഒടുവിൽ ദിലീപേട്ടൻ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയല്ല ചേച്ചി, ആ ഇതിൽ വന്നിട്ട് എന്ന് പറഞ്ഞ് എൻ്റെ 2 ഷോൾഡറിലും കൈ പിടിച്ച് 4 സ്റ്റെപ്പ് ചേട്ടൻ ശരിക്കും അളന്ന് വെച്ചതുപോലെ ആ മൂവ്മെൻറ്റ് തന്നു. ചേട്ടൻ പിടിച്ച് ഇതിവിടെ വന്നിട്ട് നിനക്കിപ്പം ഞാൻ തരാടി എന്ന് ആ മൈൻഡ് ചേച്ചി ഉൾക്കൊണ്ടുകൊണ്ട് ടപ്പേന്ന് ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞു. സത്യം. ശരിക്കും നമ്മുടെ അവർ തരുന്ന ആ അഡ്വൈസ് ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ശരിക്കും അത് പോസിറ്റീവ് ഉണ്ട്. അതേപോലെ ചേട്ടാ പറഞ്ഞു തന്നതുപോലെ ഞാൻ മൂവ്മെൻറ്റ് ചെയ്തു, അട്ടി കൊടുത്തു. അപ്പം മമത പറഞ്ഞു, കുഴപ്പമില്ല, കൊണ്ടാലും ഒരെണ്ണം കുഴപ്പമില്ല, കറക്റ്റാണ് വരട്ടെ എന്ന് വെച്ചാൽ. പക്ഷെ കൊണ്ടില്ല, കറക്റ്റ് ഒരെണ്ണം കൊടുത്തു. അതാണ് ആ സീന്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും ഉത്സാഹ കമ്മിറ്റിയിൽ ജയറാമേട്ടനോട് അഭിനയിച്ചപ്പോഴും അതും നല്ലൊരു
എക്സ്പീരിയൻസ്. കുറേ മൂവി ചെയ്തു, കുറച്ച് മൂവിയൊക്കെ ചെയ്തു. ബേസിക് തമിഴാണ് പുള്ളിക്ക്. ബേസ് തമിഴാണ്. മലയാളിയല്ല, അവിടാണ് താമസം. എങ്ക പൂർവ്വർ മട്ടുംதான் തമിഴ്. സെറ്റിൽഡ് കേരള. ഷിലി ചേച്ചി വസുതയിൽ ഇടികിട്ടുന്ന രംഗങ്ങളിലും അഭിനയിച്ചോ? ഇല്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. അവരൊക്കെ 4 എപ്പിസോഡല്ലേ കണ്ടിട്ടുള്ളൂ. അതെ അതെ. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രെഡാണെന്ന് തോന്നുന്നു. ശരി. അപ്പം കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പ്രേക്ഷകർക്ക്. ഫാമിലി ഫുള്ളായിട്ട് അക്സെപ്റ്റ്. ഓക്കെ. ചേച്ചിയുടെ മകനും ഒരു കിടിലം ആർട്ടിസ്റ്റാണ് കേട്ടോ. പക്ഷെ അദ്ദേഹം പുറത്ത് അദ്ദേഹം FC-യിലെ വലിയ മാനേജറും കാര്യങ്ങളൊക്കെയാണ്. മോഡേൺ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജറാണ്. നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. നാഷണൽ വിന്നറാണ്. FCA നാഷണൽ വിന്നറാണ്. ഇന്റർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയാണ്. പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ പ്രസൻസിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി. മകനുണ്ട്. ഇനി നമ്മളുടെ ശ്രദ്ധയൊക്കെ പോകുന്നത് നമ്മുടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന സീരിയലുകളിൽ അതായത് ഹീറോയിനുകളുടെയും ഹീറോയുടെയും അച്ഛനാകാനായിട്ട് ഇപ്പൊ വേറൊരു മുഖത്തിനെ അവിടെ ആരും അന്വേഷിക്കുന്നില്ല. എല്ലാം പോകുന്നത് സന്തോഷ് കേശവിലേക്കാണ് ചേട്ടോ. അത് ഈ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. തമിഴ് ചെയ്യുന്നുണ്ട്, തെലുങ്ക് ഒരു സീരിയൽ ചെയ്ത്, പിന്നെ മലയാളമാണ് ആദ്യം തൊട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ചിലർ ചോദിക്കും, എൻ്റെ അടുത്ത് ചോദിക്കും എത്ര വർഷമായി ഫീൽഡെന്ന്. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഈ വയസ്സൻ ക്യാരക്ടർ. അല്ല, തമിഴില് പോയി കഴിഞ്ഞാൽ ഇങ്ങേറില്ലാത്ത ഒരു സെറ്റും ഇല്ല. സത്യം. എവിടെ ചെന്നാലും പറയും ഒരു മലയാളി കൂടി ഇങ്ങേർക്ക് പുള്ളിയാണോ? ഉന്നേ മാതിരി ഒരു പോർക്കി കൂടെ ഏത് സെറ്റിൽ പോയാലും മലയാളം ഒരാൾ ഇങ്ങേർക്ക് ഇവരാണോ? അത് തന്നെ. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും സീരിയലിൽ. അല്ല, തെലുങ്കില് ഡയലോഗ് കാണാതെ തെലുങ്കിൽ തെലുങ്ക് പറയും, ആക്കിയാത്തൊരു ബൗൾക്ക് മാറ്റിട്ട്. അതല്ല ക്യാരക്ടർ അവസാനം അവർ ക്ഷമ നശിച്ചു പറഞ്ഞ് തമിഴ് അറിയാമോ? ഞാൻ പറഞ്ഞ അറിയാം, എന്നാൽ തമിഴിൽ പറയാം. തമിഴിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തമിഴ് ചെയ്യുന്നുണ്ട്. തമിഴിനെ പറ്റി പറഞ്ഞാൽ കൈ കൊണ്ട് തൊഴുതേ പറയത്തുള്ളൂ. എനിക്കൊരു അവസരം, നല്ല അവസരങ്ങൾ കിട്ടിയത് തമിഴിലാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങളെ ഒപ്പം കൂടെ ഈ ചാനലിൻ്റെ ഇതിൽ ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ്. കാരണം പ്ലസ് ഒരാളുടെ മൈനസ് പറയത്തില്ല. എല്ലാം പ്ലസ്. പഴയ കഥകളായാലും എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി പറയത്തുള്ളൂ. പ്രവാസിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഫവാസിന്റെ ഒരു കഥ ഫവാസ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. വേണ്ട, അവിടെ ഷൂട്ടിന് പോയ കഥ ഞാൻ എറണാകുളത്ത് ശീലശ്രീ ഉണ്ട്. അപ്പോൾ ഞാൻ 2 മണിയായി റൂമിലെത്തുമ്പോൾ. അപ്പം ഞാൻ വന്ന് ഫസ്റ്റ് ബെല്ലിൽ തന്നെ ടക്കനെ കഥ തുറന്നു. ആരും 2 മണിക്ക് അങ്ങനെ തുറക്കൂല. പിന്നെ ഫവാസ് ചോദിച്ചു, ആ ചേട്ടനായിരുന്നാ? എനിക്കൊരു സമാനം ഇപ്പോഴാണ്. ഞാൻ ചോദിച്ചു, നീ ഉറങ്ങിയില്ലേ? ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഇവൻ ആ റൂമിൽ താമസിച്ചപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് ജന്നൽ തുറന്ന ഒരാളെ അടക്കിയേക്കുവാന്ന് പറഞ്ഞു. ചോദിക്കാൻ കള്ളവന്നോ നേരാണ്. ഇത് ഒറിജിനൽ കഥയാണ് കേട്ടോ. ഇത് ഇല്ല, വസുധയുടെ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ ഒരു ദിവസം വണ്ടിയിൽ ഞങ്ങൾ ഇരുത്തി ഉറക്കിയിട്ടില്ല. ഞാൻ വീടെത്തുന്ന വരെ പ്രേതകഥ കേൾക്കുമായിരുന്നു. ഇനി ഒന്നുകൂടെ പറയാം. അപ്പം റൂമിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ബാത്റൂമിൽ. അയ്യോ ചേട്ടാ തുറക്കരുതേ, അതിനകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്ത് കാരണം പൂട്ടിയിട്ടേക്കാണ്. എന്നെ കൂടെ പേടിപ്പിച്ചോളാം. ഇനി നമ്മുടെ ബേബി സാറ നമ്മുടെ വസുധയിലെ അല്ലേ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുകയാണ് ഈ 2 കുട്ടിപ്പട്ടാളകളും. ബേബി സാറക്കുട്ടി കാര്യം ഇൻസ്റ്റയിലെ റീൽസ് ഒക്കെ വെച്ചിട്ട് തകർക്കുകയാണ്. അതിൽ ഏതൊക്കെ മറ്റേ ജ്യോതി വന്നില്ല, മറ്റേ മിക്സ്ചർ, അങ്ങനെ കുറേ റീൽസ്. നമ്മുടെ ഈ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ട് ഇപ്പം എന്ത് തോന്നുന്നു? ഇവരെയൊക്കെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അങ്ങനെ പറഞ്ഞാൽ പോരെ? എങ്ങനെ തോന്നുന്നു അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട്? ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് ഈ കൂട്ടത്തില്? ഷൂട്ടിന്റെ ഇടയിലല്ല, ഷൂട്ട് കഴിഞ്ഞിട്ട്. എല്ലാവരെയും ഇഷ്ടമാണ്. ഒരാളെ കൂടുതൽ ഒരാളെ കുറച്ച് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ കിടന്ന് ബഹളം കാണിക്കുന്ന ആരാണ് ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക്? ലാലൊന്ന് പേടിച്ചു, കൈ ഇങ്ങനെ മാറി ഇങ്ങനെ. ശരി, അപ്പൊ ഇനി അടുത്ത അനാദിയുടെ അടുത്താണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നതൊക്കെ മനസ്സിലാവുമല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ എന്തിനാ അഭിനയിച്ചോണ്ടിരിക്കുന്ന? ഏത് സീരിയലിലാ? വസുധ. വെരി ഗുഡ്. അപ്പൊ വസുധയിലേക്ക് അഭിനയിച്ചപ്പോഴത്തേക്ക് മോൻ എന്തൊക്കെ ഇഷ്ടങ്ങളാ തോന്നിയത്? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതില്? ഈ ഇവിടെ ഇപ്പൊ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇല്ലേ? ഈ ചേട്ടനെ ഇഷ്ടമാണ്. നീ പിള്ളേർക്ക് ഒരുപാട് നാരങ്ങമിഠായി മേടിച്ചു കൊടുത്തു. എന്തുകൊണ്ടാ ഈ ചേട്ടനെ ഒരുപാട് ഇഷ്ടം? സുന്ദരനായതുകൊണ്ട്. അല്ല, അവനെ പറ്റി അറിഞ്ഞൂടാ. അതെ,
അതായിരിക്കും കാരണം. പിള്ള മനസ്സിൽ ഞാൻ നിന്നെ പൊക്കി അടിക്കാൻ വേണ്ടി പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന് പറയാൻ പോയി. നല്ലൊരു സാധനം ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഓണം എന്തുവാ ഓണം? വാട്ട് ഈസ് ഓണം? ഹു ഇസ് ദിസ്? മാവേലി. മാവേലി. ഓണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യും? അത്തപ്പൂക്കളിടും, സദ്യ കഴിക്കും, എന്ത് പായസം ഉണ്ടാക്കും? ഏത് പായസം ഉണ്ടാക്കും? ഇടപ്പായസം. ഇതവിടെ ഗ്രീൻ ഇല അങ്ങോട്ട് ഇട്ടും മാവേലി അതിലോട്ട് നമുക്ക് ആദ്യം മലയാളം പറഞ്ഞാൽ പച്ചയില അങ്ങോട്ട് ഇട്ടിട്ട് പച്ചയിലല്ല, വാഴയില. വാഴയില പച്ചയാണല്ലോ. നിങ്ങളെല്ലാം കൂടെ പച്ചയ്ക്ക് തിന്നാതെ അതേ പറയാം. അതെ, അപ്പൊ പച്ച വാഴയില അങ്ങോട്ട് ഇട്ടിട്ട് അതിൽ നമ്മൾ എല്ലാ കറികളും ഒക്കെ വിളമ്പിയിട്ട് എന്നിട്ട് നമ്മൾ ചോറ് അങ്ങോട്ട് ഇട്ട് തുമ്പപ്പൂ പോലത്തെ ചോറ്, അതിൽ കുറച്ച് ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ ഒഴിക്കണം, ഒരു പപ്പടം ഇങ്ങനെ പൊടിക്കണം. ഞാൻ വിശന്ന് പണ്ടാറിറങ്ങിയിരിക്കും. അപ്പൊ എനിക്ക് നമുക്കിനി ഇത് നമുക്ക് ഈ പപ്പടം പൊടിക്കാനും നെയ്യൊഴിക്കാനും പരിപ്പൊഴിക്കാനും അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ. അപ്പൊ ഇനി നമ്മുടെ ഓണത്തിളക്കത്തിൽ സകുടുംബം വസുധയിൽ സദ്യയുടെ ഒരു കളിയാണ്. കളി ഒരിക്കൽ കൂടെ ഓണം സദ്യ. നിങ്ങൾക്ക് വേണ്ടി ഇനിയും കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ട് തരാനെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് പോകണം അല്ലേ മാവേലി? അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മളൊന്ന് തയ്യാറെടുക്കാൻ പോവാണ്. നമ്മുടെ സകുടുംബം വസുധയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കൗമുദിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഹാപ്പി ഇതാ നമ്മൾ തുടങ്ങാൻ വന്നു. റെഡി? 1 2 3 പാൽപായസ മധുരം നന്നായി പകരും ഓർമ്മകളിൽ നാം ഓടിമണം കൂടി വരാൻ കാത്തേ നിൽപ്പൂ. പാൽപായസ മധുരം നന്നായി പകരും ഓർമ്മകളിൽ നാം കോടിമണം കൂടി വരാൻ കാത്തേ നിൽപ്പൂ. അപ്പോൾ നമ്മളങ്ങോട്ട് സദ്യ അങ്ങോട്ട് ഫിനിഷ് ചെയ്തോട്ടെ. കാര്യം ഇനിയും പായസമൊക്കെ വരാനുണ്ട്, സാമ്പാറുണ്ട്, മറ്റവനുണ്ട്, മരിച്ചവനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളെയും കൂടെ കൊതിപ്പിക്കുന്നില്ല. നിങ്ങളും പോയി നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പവർ പാക്ഡായിട്ട് വീണ്ടും വരുന്നതാണ്. കാര്യം ഇനി വെളിയിൽ കിടന്നുള്ള ഗുസ്തിയും ബഹളവും ഫവാസിൻ്റെ വക വടംവലിയും ബോഡി ഷോയും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഉറിയടി എല്ലാവിധ പരിപാടികളും ഇവിടെ കാണുന്നതാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. ഇനിയും കാണാൻ പോകുന്നതാണ് യഥാർത്ഥ ഓണം. ഓണത്തിളക്കത്തിൽ സകുടുംബം വസുധ. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ചിരിച്ച് ഉല്ലസിച്ച് അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും നമുക്ക് പറയാനുള്ളത്. കാര്യം നമ്മുടെ കപ്പിത്താൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ വസുധ കുടുംബത്തിന്റെ ഡയറക്ടറാണ് ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. ഈ ഓണ ദിവസത്തിൽ നമ്മുടെ സൂരജ് ഇല്ലാതെ നമുക്ക് എന്താഘോഷം? സോ ലെറ്റ് us പ്ലീസ് വെൽക്കം സൂരജ്. കപ്പിത്താനെ, കപ്പിത്താന്റെ പേര് എല്ലാവരും ഒന്ന് അറിയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. അതായത് വസുധ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂരജ് ആണ്. അപ്പോൾ സൂരജിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് വസുധ കുടുംബം എന്ന് പറയുമ്പോൾ ഇത്രയും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ സൂരജിന് കിട്ടി. അപ്പോൾ ഇവരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് ഒരു സ്ക്രിപ്റ്റിൽ അനുനയിപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്നത്? അത് ആക്ച്വലി ഇവരെ കണ്ടെത്താൻ ഒരുപാട് പാടുപെട്ടു എല്ലാവരും. നമ്മൾ എന്താ പറയാ, ഇപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ രതീഷ് കരുനാഗപ്പള്ളി. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് എന്താ പറയാ ഒരുപാട് ആർട്ടിസ്റ്റിനെ നമുക്ക് സജഷൻ തന്നായിരുന്നു. സീരിയൽ ഇൻഡസ്ട്രിയിലുള്ളതും പുറത്തുള്ളതും നമ്മളായിട്ടും കുറച്ച് പേരെ കണ്ടെത്തി. മനസ്സിലായി. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് എഴുതിയിരിക്കുന്നത് വിനീത അനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണൂരുള്ള ഒരു പെൺകുട്ടിയാണ്. ഓ വെരി ഗുഡ്. ഒരു ഫീമെയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലേ. പിന്നെ നമ്മുടെ ലൊക്കേഷന് നമ്മൾ ഫ്രെയിമിൽ കാണുമ്പോൾ നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യുന്നു. നല്ലൊരു ക്യാമറ ക്രൂ നിങ്ങളുടെ കൂടെ കാണും. ആരാണ് അതിനെ? എൻ്റെ ഒരു സുഹൃത്തിനാണ് അനീഷ് എന്ന് പറഞ്ഞിട്ട്. അനീഷ് സിനിമയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് എമ്പുരാനെന്ന് പറഞ്ഞു. എമ്പുരാനോ? ദൈവമേ, നിങ്ങൾക്കൊക്കെ എന്തൊരു ഭാഗ്യമാണ്. ഇപ്പൊ നമ്മൾ അനീഷ് ഉണ്ടെങ്കിൽ അനീഷ് ക്യാമറ ഹെഡ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, പക്ഷെ അതിനകത്തല്ലാതെ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാൻ ഉണ്ട്. ഇപ്പം സുമേഷ് ഉണ്ട്. അതുവരെ ബന്ധപ്പെട്ട് ഒരുപാട് ആദർശ്, എനിക്ക് എല്ലാവരും പേര് വലുതായിട്ട് അറിയില്ല, നമ്മൾ ഷെഡ്യൂളിലേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര ഹാർഡ് വർക്ക്. നമുക്ക് എല്ലാവർക്കും കേട്ടോ നമുക്കൊരു വലിയ കൈയടി, ഒരു ഹാപ്പി ഓണമൊക്കെ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച് അവർ ഫേവറേറ്റ് ഗ്രൂപ്പ്. എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൗമുദിയിലുള്ള സപ്പോർട്ടാണ്. കൗമുദി ചാനലിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും ശരി, ബാക്കിയുള്ള ഇപ്പൊ എഡിറ്റിംഗ് അതിന്റെ ഉള്ള അതുവരെ പ്രൊഡ്യൂസർ കൗമുദി, ഡയറക്ടർ പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കിഷോർ ചേട്ടനാണ്, കിഷോർ കരമന. അദ്ദേഹമാണ് ചാനൽ ഇന്ന് തന്നേക്കുന്ന പ്രൊഡ്യൂസർ. അപ്പോൾ ഇതിന്റെ സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് ചാനൽ സൈഡിൽ നിന്ന്. നമുക്ക് ഭയങ്കരമായിട്ടും പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇതിന് കാര്യം ഒരുപാട് പ്രോഗ്രാംസിനിടെ ഇതും കൂടെ ഫോക്കസ് ചെയ്ത് ഇതിനെയും കൂടെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ അല്ലേ? പെട്ടെന്നാണ്. അതായത് ഇപ്പോൾ കൗമുദിയിൽ ആദ്യത്തെ മെഗാ സീരിയലാണിത്. ഓക്കെ, ഗ്രേറ്റ്. മനസ്സിലായില്ലേ? വാ, അത് നിങ്ങൾക്ക് അഭിമാനിക്കാം കേട്ടോ. കാര്യം കൗമുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പത്രസ്ഥാപനമാണ്, മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം കേട്ടോ. കൗമുദിയുടെ ആദ്യത്തെ മെഗാ പരമ്പരയിൽ നിങ്ങളൊക്കെയാണ് അണ്ടി നിരക്കുന്നതെന്നുള്ളത്. താമസിയാതെ ഞാനും വരും. അപ്പോൾ നമ്മുടെ ഡയറക്ടറിന് കപ്പിത്താന് ചെറിയൊരു അവധി നമ്മൾ നൽകുകയാണ്. കാര്യം ഇനി കപ്പിത്താന്റെ ക്രൂ മെമ്പേഴ്സിനെ എല്ലാം കൂടെ ഇട്ട് നമ്മൾ 1-2 ഓണം ഗെയിംസിലോട്ട് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? ചിലപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ 1-2 പേർക്ക് ലീവ് എടുക്കേണ്ടി വരും. ശക്തമായ മത്സരങ്ങളാണ് നമ്മൾ കാണുന്നത്. താങ്ക് യു. ഹാപ്പി ഓണം. അങ്ങനെ നിങ്ങളുടെ കപ്പിത്താനൊക്കെ പോയി ഇനി നമ്മൾ വാശിയുള്ള മത്സരങ്ങളിലേക്ക് കടക്കാണ്. മിസ്റ്റർ ഫവാദ്, അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത പോലെ ആർപ്പോ ഇറോ ടീം രണ്ടുപേരും. ആർപ്പോ ആരൊക്കെയാണ്? ആർപ്പോ ഇപ്പുറത്തോട്ട് വന്നു. മാവേലി കൂടെ ആ ടീമിൽ ചാടിയോ? അതെ. വാട്ട് ഇസ് ദിസ് മാവേലി? നമ്മൾ ന്യൂട്രലായിട്ട് നമ്മൾ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി വേറിട്ട മത്സരങ്ങൾ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ആർപ്പോ ടീമിൽ ഉഷ ചേച്ചിക്ക് ഒരു ചെറിയ റെസ്റ്റ് വേണം എന്നാണ് പറയുന്നത്. ചേച്ചി റെസ്റ്റ് എടുത്തിട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരൂ. ഞാൻ റെസ്റ്റ് എടുത്താലും എൻ്റെ പിള്ളേര് മത്സരത്തിൽ അടിപൊളിയായിട്ട് വല്ലാത്ത ചിരിയാണല്ലോ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും ആശംസകൾ. എല്ലാരും ജയിച്ചു വാ. ചേച്ചിക്ക് വരണം. ഞാൻ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും. നമ്മളവിടെ താർക്കാൻ പോവാണ്. ഓക്കെ ചേച്ചി. ഓക്കെ. അപ്പം ഉഷ ചേച്ചിയുടെ അഭാവം ഉണ്ടെങ്കിലും ആർപ്പോ ടീം ഇറോ ടീമിനെ കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്താൻ പോകുന്നത്. തീർച്ചയായും ഗെയിം സ്റ്റാർട്ട്സ് ഹിയർ. ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒളിമ്പിക് മത്സരമാണ്. മത്സരത്തിന്റെ പേരറിയോ മാവേലി? കുളം കര. കുളം കര കര കുളം. കുളം കര കര കുളം. വസുധ ടീമിന്റെ 2 ടീമുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അതായത് ആർപ്പോ ആൻഡ് ഇറോ. അപ്പോൾ ആദ്യത്തെ കടുകട്ടിയായിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള മത്സരം, ഓണ മത്സരം ഇത് ആരംഭിക്കാൻ പോവാണ്. അരയും തലയും മുറുക്കി ഇറങ്ങിക്കോ. അത് തന്നെ, ആ സാധനങ്ങളൊക്കെ മുറുക്കി ഇറങ്ങിക്കോണം. മുറുക്കി ഇറങ്ങിക്കോളാം. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോയാല. അതുകൊണ്ട് അപ്പം ആദ്യത്തെ ഗെയിം മാവേലി എന്താണ് പറഞ്ഞു കൊടുക്കൂ. അതായത് കുളം കര കര അതാണ് സംഭവം. യെസ്. കുളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്തോട്ട് ചാടണം. കര എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചേരണം. വീണ്ടും നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ പറയും. അതാണ് കാര്യം. ഈ വിസിൽ ആണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പം തുടങ്ങാം. അല്ല, കുളം കര എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, കുളമാണോ കരയാണോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം തെറ്റിച്ച് ചാടിക്കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അപ്പം ആ ടീമിന്, എതിർ ടീമിന് ഒരു പോയിന്റ് കിട്ടും. അപ്പൊ തുടങ്ങാം. യെസ്. അപ്പോൾ ഇറോ ടീമിൽ നിന്ന് രേഷ്മയും ആർപ്പോ ടീമിൽ നിന്ന് ജാനകിയാണ്. മലയാളി ബന്ധങ്ങൾ ഇതാ തയ്യാറായി കഴിഞ്ഞു. അപ്പം റെഡി ആകുമ്പോ 2, 3 സ്റ്റാർട്ട്. കുളം കര കുളം കര കുളം കുളം. അപ്പം ഇപ്പൊ ഇറോ ടീമിന് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ജാൻകി ആർപ്പോ ടീമിൽ നിന്ന് കുളം എന്ന് പറഞ്ഞപ്പോൾ ചാടിപ്പോയി. അപ്പൊ ഓക്കെ രേഷ്മ, കൺഗ്രാറ്റുലേഷൻ. വെരി ഗുഡ്. ഇപ്പം ഇവിടെ 1, ഇവിടെ 0 കേട്ടോ. ആർപ്പോ ടീമെ ഉഷ ചേച്ചിയുടെ മാനം കാക്കണം. ഓക്കെ, അടുത്ത ആൾ ഇറങ്ങിയോ. ശീല ചേച്ചി ഇറങ്ങിക്കോളൂ. ഇവിടെ ആരെയാണ് വിടുന്നത്? വസുധ. അതായത് ഇവിടെ 1 പോയിന്റ് ഉണ്ട്, ഇവിടെ 0 പോയിന്റ് ആണ്. അത് ഓർത്തോണം വസുധ. കുളം കര കുളം കര കുളം കുളം കര കര കുളം കര കുളം കര കുളം കര കുളം 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 കര കര കര. 2 ഭാഗത്ത് കാലും ഇത് ശരിയാണ്. ഇതാ തിരിച്ച്. അപ്പം അവിടെയും 1 ആർപ്പോ ടീമിനും ഇറോ ടീമിനും 1 ആർപ്പോ ടീമിനും 1. യഥാർത്ഥല്ലോ, വളരെ രക്ഷിച്ചു. അപ്പൊ ഇനി വീണ്ടും കടികട്ടിയായിട്ട് മത്സരം മുന്നേറാൻ പോയിരിക്കുകയാണ്. ഇത് ഫവാസും നമ്മുടെ ലാലും. ജയിച്ചു വരണം. അണ്ടേ വേറെ ആരെയും നോക്കണ്ട. ഒരു എന്താ പറയുക, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇവിടെ നോക്കിയേ, നമ്മളെ ചാറ്റില് റെഡി. ലാലേട്ടൻ കോൺഫിഡന്റ് ആണ് കേട്ടാ. കുളം കര കുളം 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 കര 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 കുളം കര. ഞാൻ ജയിച്ചില്ലേ?
ഞാൻ ജയിച്ചില്ലെന്നൊരു സംശയം. ഡൗട്ട്. ഇറോ ടീം ഫവാസിലൂടെ ലീഡ് എടുത്തിരിക്കുകയാണ്. One. പിന്നെ ഇനി നമ്മുടെ താണ്ടെ ഇവൻ ഇരിക്കുകയാണ്, നമ്മുടെ അനാദി. അനാദിയുണ്ട്, ബേബി സാറയുണ്ട് അവിടെ. തുടങ്ങാം. റെഡിയാണോ? കുളം 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 കര കുളം കര കുളം കര കുളം കര കുളം കര കര. ആർപ്പോ ടീമിന് ഇപ്പോ വണ്ണും അവിടെ 3-1 പോയിരിക്കുകയാണ്. ഇനി ഇവിടെ പങ്കെടുക്കാൻ ഒരാളും കൂടെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ആർപ്പോ ടീമിന് വേണ്ടി പങ്കെടുക്കാം. ഉഷ ചേച്ചി എത്താത്തത് കൊണ്ട് ഞാനാണ് ആർപ്പോ ടീം അല്ലേ? ടിപ്പിക്കുന്നില്ല. ഞാൻ പറയാം. കുളം കുളം കര കര കുളം 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 കര കുളം കര കുളം കര കര. അപ്പൊ 3-2. ആ ഭാരം ഞാൻ അങ്ങോട്ട് കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇറോ ടീമിന് 3-ഉം ആർപ്പോ ടീമിന് 2-ഉം. കടുകട്ടിയായ മത്സരമായിരുന്നു. അതിനെ കടുകട്ടിയാക്കിയത് വേറെ ആരുമല്ല, ആരാ മാവേലി? ചതിയാണിത് ഭഗവാനെ. അപ്പൊ എന്തിനായാലും ആദ്യത്തെ മത്സരത്തിൽ നമ്മുടെ ഇറോ ടീം ഇതാ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. കുഴപ്പമില്ല, ഇത് ആർപ്പോ ടീമേ, നമുക്ക് രാവിലെ പാട്ട് മത്സരത്തിൽ ഇവരെ പിടിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോവാണ് അടുത്ത ഒളിമ്പിക് ഐറ്റമായ ഉറിയടിയിലേക്ക്. ആദ്യം തന്നെ തോറ്റു നിൽക്കുന്ന തൽക്കാലത്തേക്ക് ഒന്ന് താഴ്ന്നു നിൽക്കുന്ന ആർപ്പോ ടീമിനാണ് ഫസ്റ്റ് ചാൻസ് വരുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഈ ഉറി അടിച്ചു പൊട്ടിക്കാനായിട്ട് മുൻപോട്ട് വരുന്നതെന്ന്. അതിന് ധൈര്യമുള്ള ആരുണ്ട് ഇവിടെ? ഇതുവരെ ജീവിതത്തില് മാനം രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് കണ്ടിട്ടുള്ള കൊതി കൊണ്ടാണ് വരുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ശരി, നമ്മുടെ വസുധയുടെ കണ്ണ് കെട്ടാം. അപ്പോ നമുക്ക് എതിർ ടീമിൽ നിന്ന് ഒരാൾ വന്ന് നമ്മുടെ വസുധയെ ഒന്ന് കറക്കി വിടുന്നതാണ്. ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഉറി അടിച്ച് പൊട്ടിക്കുന്നവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ എന്റെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. മാവേലിയുടെ തീരുമാനം അന്തിമമായിരിക്കും, അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പുറത്തെ വെളിയിലൊക്കെ കൊണ്ട് നിർത്തിക്കൂടെ? നമ്മൾ അങ്ങനെ നമ്മുടെ സമയം തുടങ്ങാൻ പോവാണ്. ആർപ്പോ ടീമിന്റെ മാനം രക്ഷിക്കാനായിട്ട് സെൻട്രൽ ക്യാരക്ടർ ഏറ്റെടുത്തിരിക്കുന്ന വസുധ ഇതാ മത്സരത്തിന് ഇറങ്ങുകയാണ്. പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവണം. The game starts now. കുട്ടികളെ മാറ്റിയിട്ട് കുട്ടികളെ നിങ്ങൾക്ക് ശല്യപ്പെടുത്തിക്കോ. നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ആർപ്പോ ടീമിന്റെ വസുധ അടിച്ചുപൊട്ടിച്ച കലത്തിന്റെ തെളിവാണ് ദാ ഇത്. ഓക്കെ, അപ്പോ ഇറോ ടീം ഇത് മറികടക്കണമെങ്കിൽ നിങ്ങൾക്ക് 40 സെക്കൻഡിന് മുമ്പേ, അതായത് 39 സെക്കൻഡിനകം അത് പൊട്ടിക്കണം. ഓക്കെ, സെയിം കലം തന്നെയാണ്. പെൺപുലി രേഷ്മ. ജാനകി ചെന്നൊന്ന് കറക്കി വിട്ടെ, പറഞ്ഞതിന് ശേഷം അടി തുടങ്ങാവുള്ളൂ. അപ്പുറത്തെ വിളയെ കൊണ്ട് നിർത്തി ജാനകി. കാലാണോ അടിച്ചോടിച്ച്?
ടീം ആർപ്പോ ടീമിനെ തോൽപ്പിക്കേണ്ടിയിരുന്നത് 40 സെക്കൻഡിന് മുൻപ് ഉറിയടിച്ച് പൊട്ടിച്ചാലായിരുന്നു. പക്ഷേ ഇപ്പോ എടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി നോക്കിയേ, കണ്ണ് കാണാവോ? 53 സെക്കൻഡ്. യെസ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ആർപ്പോ ടീം വീണ്ടും നമ്മുടെ മത്സരം, അതായത് ഓണ മത്സരങ്ങൾ ടൈയിലെത്തിയിരിക്കുകയാണ്. കുളം കരയിൽ പോയ ആ നേട്ടം തിരിച്ച് ആർപ്പോ ടീം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ. ആർപ്പോ ഇറോ ടീമിന്റെ തകൃതിയായിട്ടുള്ള വീറുറ്റ കോമ്പറ്റീഷൻ പരിപാടികളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ 2 ടീമുകളും വളരെ കോമ്പറ്റീറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഇഞ്ചോടിഞ്ചാണ് മത്സരിച്ചത്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഓണം എന്ന് പറയുന്നത്. എന്താ മാവേലി അല്ലേ? കാര്യം നമ്മൾ ഒരുമിച്ച് മത്സരിച്ചു, പോയിന്റുകൾ 2 ടീമിനും കിട്ടി. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആർപ്പോയും ഇറോയും ഒന്ന് തന്നെയാണ്, അത് നമ്മൾ തന്നെയാണ്, അത് സകുടുംബം വസുത തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വെവ്വേറെ സമ്മാനങ്ങളും ഫസ്റ്റ് സെക്കൻഡും ഒന്നുമില്ല, ഒറ്റ സമ്മാനമായിട്ട് കൊടുക്കാം. എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. അതാണ് കൗമുദി ടിവിയുടെ ഒരു രീതി. അപ്പോൾ നമുക്ക് ആർപ്പോ ഇറോ ടീമിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂടെ വേണ്ടി, നമ്മുടെ വസുധ ടീമിലുള്ള കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടി നമ്മുടെ മാവേലി തമ്പുരാൻ അങ്ങോട്ട് വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകിയാണ്. അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രാജമാത നമ്മുടെ ജാൻകി ചേച്ചി ചെല്ലുകയാണ്. ഉഷ ചേച്ചി പ്ലീസ്. അപ്പൊ എല്ലാരും ഹാപ്പി ആയാലും ആർപ്പോ ഇറോ എല്ലാരും? ഞങ്ങള് മാത്രം ഹാപ്പി ആയിട്ട് പോരാ, നിങ്ങൾക്ക് സമ്മാനം വേണ്ട. ഞങ്ങൾക്ക് മാത്രമല്ലേ സമ്മാനം തന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സമ്മാനം തരാം. അടിപൊളി. സമ്മാനം മാവേലി കൊടി കൈ. അത് ഒരുപാട് സന്തോഷം കേട്ടോ. ശരിക്കും നമ്മളെയും കൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, മാവേലി പിന്നെ എല്ലാ കുടുംബത്തിന്റെയും സ്വന്തമാണ്, എന്നെയും കൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദത്തെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓണത്തിളക്കത്തിൽ സകുടുംബം വസുധ, ശരിക്കും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന കുറേ നിമിഷങ്ങൾ എന്നല്ല, കുറേ മണിക്കൂറുകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് കേട്ടോ. മാവേലിയും നമ്മുടെ ഉഷച്ചേച്ചിയും എല്ലാവരുടെയും കൂടെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ കുട്ടിപ്പട്ടാളവും എല്ലാം കൂടെ ചേർന്ന് സദ്യയും ഗെയിമുകളും മണ്ടത്തരങ്ങളും രസകരമായ പല പല അനുഭവങ്ങളും എല്ലാം മാവേലിയുടെ കിടിലം കൗണ്ടറുകളും എല്ലാം കൂടെ കൊണ്ട് വളരെ റിച്ച് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടൊരു ഓണമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൗമുദി പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും തുടക്കത്തിൽ ഞാനും മാവേലിയും സംസാരിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങളുടെ ഇടയിൽ വന്ന പോലെ, കാര്യം ഏതൊരു മോശം അവസ്ഥയെ നമുക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമുക്ക് ഓരോ ആഘോഷങ്ങൾ വേണം. ആ ആഘോഷങ്ങളിൽ കൂടെ നമുക്ക് കുറച്ച് ആത്മവിശ്വാസം കിട്ടും. ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു എനർജിയിലായിരിക്കും ഇനി അടുത്ത വർഷം നമ്മൾ മുൻപോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വർഷം എല്ലാവർക്കും വളരെ കിടിലം ഒരു മലയാള വർഷം ആയിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ട മെഗാ പരമ്പരയായ വസുധ കാണുക. എല്ലാവരും സ്ഥിരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൗമുദി ചാനലിൽ കാണുക. ആർപ്പോ